എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ക്ഷമയാ ധരിത്രി എന്നും ഭൂമിദേവിയോളം ക്ഷമ വേണമെന്നും ഒക്കെ നാം പതിവായി കേൾക്കുന്നതാണല്ലോ. പക്ഷേ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സദ്ഗുണങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ക്ഷമ. ഒരു സാധാരണ വീട്ടമ്മ പറഞ്ഞ അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത്. അവർ താമസിച്ചിരുന്ന കോളനിയിൽ ഒരേപോലത്തെ 4 വീടുകളുണ്ടായിരുന്നു. എല്ലാം ഒരേ നിരയിൽ, എല്ലാറ്റിനും കൂടി ഒരു വലിയ മുറ്റം. വീട്ടമ്മ രാവിലെ ഭർത്താവ് ജോലിക്ക് പോയാൽ തൻ്റെ ചെറിയ കുട്ടിയെ തൊട്ടിലിൽ ഇരുത്തി കുറച്ച് നൂലും ഒരു കോലും കൊടുക്കും. ഒരിക്കലും താഴെ കളിക്കാൻ വിടില്ല. കാരണം ആ 4 വീടുകളിലൊന്നിൽ മനസ്സിന് സമനില തെറ്റിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ സ്നേഹം നടിച്ച് കുട്ടിയെ എടുത്താൽ കിണറ്റിൽ വരെ കൊണ്ടുപോയി ഇടാനുള്ള സാധ്യതയുണ്ട്. തൻ്റെ പാചകവും മറ്റു ജോലികളും കഴിഞ്ഞാൽ അവർ കുട്ടിയെയും അടുത്തിരുത്തി കളിപ്പിക്കും. ഏതായാലും അടങ്ങിയിരുന്ന് ശീലിച്ച ആ കുട്ടി വളർന്നപ്പോൾ ക്ഷമാശീലയും തൻ്റെയും മറ്റുള്ളവരുടെയും കുരുക്കുകൾ അഴിക്കുന്നതിൽ സമർത്ഥയും ആയിത്തീർന്നു. അണുകുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ ഒരിക്കലും ക്ഷമ പഠിക്കുന്നില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിമിഷ നേരം കൊണ്ട് സാധിച്ചു കിട്ടുന്നു. ഒന്നിനു വേണ്ടിയും അവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല. ക്ഷമാശീലം ആവശ്യമായി വരുന്ന പല വിനോദങ്ങളിലൊന്നാണ് ചൂണ്ടയിടൽ. ഒരു കമ്പിൻ്റെ അറ്റത്തുള്ള കൊളുത്തിൽ കുരുക്കിയിടുന്ന ഇരയിൽ മത്സ്യം വന്ന് കൊത്തുമെന്ന പ്രതീക്ഷയിലാണ് ചൂണ്ടയിടുന്ന ആൾ ഇരിക്കുന്നത്. ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെയുള്ള കാത്തിരിപ്പിന് ക്ഷമ വേണം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും മലീമസമാക്കുന്ന വെറുപ്പ്, ക്രോധം തുടങ്ങിയ അധമ വികാരങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ആന്തരികമായി ശുദ്ധീകരിക്കുന്നു. പക്ഷേ ഇതിന് ഒരു മറുവശമുണ്ട്. പ്രായപൂർത്തിയായ മക്കൾ മാതാപിതാക്കളുടെ സമ്പാദ്യം സ്വന്തമാക്കാൻ വേണ്ടി തമ്മിലടിച്ചാലും അനിതരസാധാരണമായ ക്ഷമ കാണിച്ച് മിണ്ടാതെ സഹിക്കുന്ന അമ്മമാർ തൻ്റെയും മക്കളുടെയും ഭാവി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് വായിച്ച ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഇറാനിൽ നിന്ന് ഒരു സംഭവ കഥയാണ്. 2007 ഒരു തെരുവു സംഘട്ടനത്തിൽ 18 വയസ്സുള്ള അബ്ദുള്ള ഹുസൈൻ സാദയെ ബലാൽ എന്ന ചെറുപ്പക്കാരൻ വധിച്ചു. സ്വാഭാവികമായും വിചാരണയ്ക്കൊടുവിൽ ബലാലിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷം 2014 ഏപ്രിൽ 15-ന് തുറമുഖ നഗരമായ നൊഷഹാറിലെ ജയിലിൽ ബലാലിനെ പരസ്യമായി തൂക്കിക്കൊല്ലാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ശിക്ഷ നടപ്പാക്കുമ്പോൾ വധിക്കപ്പെട്ട ഹുസൈൻ സാദയുടെ മാതാപിതാക്കൾ സാക്ഷികളായി അവിടെ വേണം. അവരാണ് പ്രതിയെ ഇരുത്തുന്ന കസേര തട്ടിമാറ്റി പ്രതിക്ക് മരണം ഉറപ്പാക്കേണ്ടത്. പക്ഷേ കസേര തട്ടിമാറ്റുന്നതിന് പകരം കൊല്ലപ്പെട്ട ഹുസൈൻ സാദയുടെ അമ്മ പ്രതി ബലാലിൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു. പിന്നെ അവരും ഭർത്താവും കൂടി ബലാലിൻ്റെ കഴുത്തിലിട്ടിരുന്ന കുരുക്കുകൾ അഴിച്ചു മാറ്റി. ബലാലിൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ്റെ കൊലയാളിയോട് ക്ഷമിക്കുന്നു. കാരണം മരിച്ചുപോയ അവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നല്ലൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, എനിക്കിവിടെ സുഖമാണ്. ആ സ്വപ്നദർശനമാണ് ഇവനോട് ക്ഷമിക്കാൻ എനിക്ക് പ്രേരണയായത്. ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ച ഈ സംഭവമായിരിക്കാം നാളിതുവരെ കേട്ടത് ഏറ്റവും മികച്ച ക്ഷമാസൂചകമായ കഥ. അത്രയൊന്നും എത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ ക്ഷമിക്കാൻ എല്ലാവർക്കും ശീലിക്കാം.